ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് സ്പെയിനിലേക്ക് പോകണ്ടോ എന്താണെന്ന് അറിയാതെ നമ്മൾ ടൊമാറ്റോ ഫെസ്റ്റിന് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു 7 പേര് എത്ര പേരുണ്ട്? നമ്മളൊരു 9 പേരുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് 9 പേരുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നുറംബർഗിൽ നിന്ന് വൂസ്ബുർഗ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റിങ്ങിലാണ്. ഇവിടെ നിന്നൊരു 10-20 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 10-20 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. പക്ഷെ എല്ലാവരോടും ഉള്ളതുകൊണ്ട് രസമുണ്ട്. എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കാൻ. ഈ ട്രെയിനിൽ മൊത്തം ഇപ്പം മലയാളം കേൾക്കണേ. കാരണം നമ്മുടെ ചിലപ്പോൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഫോട്ടോ എടുക്കല്, പിന്നെ ടൊമാറ്റോ ഫെസ്റ്റിനെ കുറിച്ചുള്ള സംഭവങ്ങൾ നോക്കല്, അങ്ങനെ എല്ലാവരും ഭയങ്കര ബിസിയാണ്. വർത്താനം പറഞ്ഞാൽ ഭയങ്കര ചിലപ്പാട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ചിലപ്പ് കൂടുതലാണല്ലോ. അതിൻ്റെ ഒരു ഇതുണ്ട്. ആദ്യമായിട്ട് ടൊമാറ്റോ ഫെസ്റ്റിന് പോകണതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ കുറേ നേരിക്കുമ്പോൾ നമുക്ക് എന്തായാലും എത്ര വർത്തമാനം പറഞ്ഞാൽ നമുക്ക് ബോറടിച്ചു തുടങ്ങും. 4-5 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മളൊരു ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് മെല്ലനെ ഒരു ഗെയിം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ നടൻ്റെ പേര് പറഞ്ഞാൽ ആ നടൻ അഭിനയിച്ച സിനിമകൾ മാത്രം പറയുന്ന ഒരു ഗെയിം. അങ്ങനത്തെ അവസാനം വരുമ്പോൾ ടഫായിരിക്കും നമ്മൾ പറഞ്ഞത്. നമ്മളതൊക്കെ കുറച്ച് നേരം ഗെയിം കളിച്ചിരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. എല്ലാവർക്കും നല്ല ഉറക്കം വന്നു തുടങ്ങി. ഇന്നലെ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കിടന്നപ്പോഴേക്കും 1:30-2 മണിയായി. പിന്നെ രാവിലെ എഴുന്നേക്കേണ്ട വന്നു. നല്ല ഉറക്കക്ഷീണമുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ചാർജായിരിക്കുകയാണ്. നമ്മൾ ഗെയിം കളിച്ച് പകുതിയായിപ്പോഴും അടുത്ത് തുടങ്ങി. പിന്നെ അടുത്ത ഗെയിം നോക്കണം. അപ്പം നമ്മൾ എമംഗസ് ഡൗൺലോഡ് ചെയ്യാൻ വിചാരിച്ചിരിക്കാം. പക്ഷേ നെറ്റ് കുറവാണ് ട്രെയിനിൽ. നിക്കാണെങ്കിൽ എന്നെ ഇടയ്ക്ക് തുറച്ചു വെക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. ഈ പെണ്ണെന്ത് തേങ്ങ കാണിക്കണേ ഞാൻ പറഞ്ഞോണ്ട്. അപ്പൊ നമ്മൾ എമംഗസിൽ ഇമ്പോസ്റ്റർ പോലത്തെ എന്താ ഗെയിം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കളിക്കാന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എൻ്റെ ഇമ്പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യാൻ നെറ്റില്ല. നെറ്റുണ്ട്, പക്ഷെ ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല. അവര് 2-3 ഗെയിം കളിച്ച് കഴിയുമ്പോഴേക്കും ജോയിൻ ചെയ്യാം. കാരണം എൻ്റെ ഡൗൺലോഡ് ആവുന്നില്ല ഗെയിമൊന്നും. ഷോ ബോറടിക്കുന്നു. വൻ ബോറിംഗ് ആണ്. നല്ല ഉറക്കം തൂങ്ങി ഇരിക്കണം. കണ്ണൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട്. ഓരോരുത്തരൊക്കെ കിടന്നു തുടങ്ങി. നമ്മളിപ്പോൾ തന്നെ ഫ്രാങ്ക്ഫർട്ട് എത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം. എയർപോർട്ടിൽ നിന്ന് റയാനയർ എന്നിട്ട് ഫ്ലൈറ്റ് എത്ര മണിക്കാ? 7:30 ഫ്ലൈറ്റ്. നമ്മളവിടെ വിശക്കുക, നന്നായിട്ട് വിശന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഉണ്ടായിക്കൊണ്ടുന്ന ഫുഡിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പം അത് ബാക്കിയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ എന്നിട്ട് ആ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കണില്ല. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഫ്രാങ്ക്ഫർട്ട് ചെന്നിട്ട് അവിടെ നല്ല ഉറക്കം വരുന്നുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. ഈ ഡേ ഇൻ മൈ ലൈഫ് കിടക്കുന്നവരെ സമ്മതിക്കണം. എന്താ ചടങ്ങ്. ഫുൾ ടൈം ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഫുൾ ടൈം വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. സീൻ നടക്കൂല. നമ്മൾ ട്രെയിൻ ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ ഒരു പ്ലേസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരു ചെയറൊക്കെ ഉണ്ട്. ഇവിടെ താഴെ ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം എന്ന പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ. ഫുഡ് കഴിച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അവിടെ എല്ലാ കടകളിലും നല്ല റേറ്റ്. അപ്പോൾ നമ്മളൊന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയേക്കാം. പുറത്തെ കടകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വെള്ളം വാങ്ങിച്ചിട്ട് വേഗം കയറാം അടുത്ത ട്രെയിനിൽ നിന്ന് ഉള്ള പ്ലാനിൽ. അടുത്ത ട്രെയിൻ നമുക്കൊരു 5 മിനിറ്റിൽ അതിനുള്ളിൽ നമ്മൾ പോയി വെള്ളം വാങ്ങിച്ച് തിരിച്ചു വരണം. കിട്ടുമായിരിക്കും. വെള്ളം എടുക്കാൻ കയറി. വെള്ളം എടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വെള്ളമൊക്കെ എടുത്ത് പേജെടുത്ത് തിരിച്ച് നമുക്കൊരു 5 മിനിറ്റ് ഇത് പെട്ടെന്ന് എത്തുമായിരിക്കും. വണ്ടി കിട്ടുമായിരിക്കും. വണ്ടി ലേറ്റാ. 1-2 മിനിറ്റ് വണ്ടി ലേറ്റാ. അപ്പോൾ എത്തും, കറക്റ്റ് ടൈമിന് എത്തും. പക്ഷേ വെള്ളം വാങ്ങിച്ച് തിരിച്ചോട്ടെ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ചത് സീറ്റ് എന്നിട്ട് ട്രെയിനിൽ കയറിയിട്ടാ. നമ്മുടെ ഫ്രണ്ട്സ് നേരത്തെ കൂടെ സീറ്റൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സീറ്റൊക്കെ കിട്ടി. ഇനി കോബ്ലൻസ് എത്തിയിട്ട് ഫ്ലൈറ്റ്. അതിന് ഫ്ലൈറ്റിലൊരു സുഖനിദ്ര. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. 1 മണിക്കൂർ കിടന്ന് ഉറങ്ങാലോ. അങ്ങനെ ഓരോ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കോബ്ലൻസ് എത്തി. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു ബസ് ഉണ്ടെന്ന് തോന്നുന്നു എയർപോർട്ടിലേക്ക്. ഇത്ര നേരം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് ആയിരിക്കും എന്നാണ്. പക്ഷെ ഇവിടുന്ന് ഒരു ബസ് കയറണം എയർപോർട്ടിലേക്ക്.
ഹലോ, ഇത്ര നേരം കിടന്ന് ഉറങ്ങിയോണ്ടാണ് നമ്മൾ ചെറിയൊരു ഉറക്കക്ഷീണം. വീണ്ടും കണ്ണൊക്കെ തൂങ്ങി തൂങ്ങി പോകുന്നു. മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ വല്ല ഡോണർ ഷോപ്പ് എങ്ങാനും പോയി ഫുഡ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ്. എന്താന്ന് അറിഞ്ഞൂടാ. ക്ഷീണം ഭയങ്കര ക്ഷീണമാണ്. അവസാനം പ്ലാൻ ഡോണറിലേക്ക് തന്നെ എത്തി. ഏതെങ്കിലും അടുത്തുള്ള ഡോണർ ഷോപ്പ് നോക്കണേണ്. എനിക്ക് ഡോണർ വലിയ ഇഷ്ടമില്ല, എന്നാലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കഴിക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാം. അപ്പൊ കടയുടെ ഫ്രണ്ടിലെത്തി ഇപ്പൊ ഫുഡ് കഴിക്കാൻ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. കാരണം അവരത്രയും നേരം കൊണ്ട് ഉണ്ടാക്കി തരാൻ ഉറപ്പില്ല. അതുകൊണ്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്തപ്പോ ബസ് കയറാൻ വന്നേക്കാണ്. ഇപ്പൊ ബസ് വരാൻ ഒരു 3-4 മിനിറ്റ് ഉണ്ട്. ഭയങ്കര വെയില് ചൂടിക്കണു, വെള്ളം തായ്ക്കണു. ഇനി എയർപോർട്ടിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ. ബസ് വന്നു. നമ്മളിപ്പോ ബസ്സിൽ ടിക്കറ്റ് ഒക്കെ കാണിച്ച് കയറണം. വെയിറ്റിംഗ്. നമ്മള് ടിക്കറ്റ് ഒക്കെ കാണിച്ച് വണ്ടി കയറി. ഇനി വണ്ടിയിൽ കുറച്ചു നേരം ഉണ്ട്. അപ്പൊ ബസ്സിന്റെ അകത്ത് നല്ലൊരു ഉറക്കം പാസ്സാക്കി ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴേ ഞങ്ങള് എയർപോർട്ടിന്റെ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അകത്ത് കയറിയിട്ടില്ല, കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി എയർപോർട്ടിന്റെ അകത്ത് എന്തെങ്കിലും കഴിക്കണം. ഒന്നും കഴിച്ചില്ലല്ലോ നേരത്തെ. കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നില്ലേ, സമയമില്ലാത്തതുകൊണ്ട്. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്കണം. അല്ലെങ്കിൽ അവിടെ സ്പെയിൻ എത്തുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മളിതിൻ്റെ അകത്ത് കയറി ഭക്ഷണം കഴിക്കണം. ബട്ട് എവിടെ കയറും? കടകൾ കാണുന്നില്ല ഗൈസ്. അവിടെ ഒരു ഡോണർ കടയുണ്ട്. ഇവർ അങ്ങോട്ടേക്ക് പോകണേ. ഞാൻ വിചാരിച്ച് മെക്ഡി കയറും എന്ന് വിചാരിച്ച്. മെക്ഡി കയറും ഡോണർ കടയിൽ കയറുമോ? ഇപ്പോൾ ഡൗട്ടായേക്കാണ്. കാരണം ചിലവർ ഡോണർ കഴിക്കില്ല, ചിലവർ മെക്ഡിന്ന് ബർഗർ കഴിക്കില്ല. അതുകൊണ്ടിങ്ങനെ എന്ത് കഴിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ അവസാനം മെക്ഡി ഉറപ്പിച്ച് ഇപ്പം മെക്ഡി കയറി ഇരിക്കുകയാണ്. അവർ എന്നിട്ടാ ഓർഡർ ചെയ്യാൻ കുറച്ച് നേരം അവിടെ നിന്ന് ക്യൂവിൽ നിൽക്കണം. നമ്മൾ ബാക്കിയുള്ളവർ സീറ്റ് പിടിച്ച് ഇവിടെ ഇരിക്കണം. കാരണം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഓർഡറൊക്കെ ചെയ്ത് കുറേ ഉണ്ട്. കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി ചെക്കിൻ ചെയ്യാൻ കാരണം നമ്മൾ ചെക്കിൻ ചെയ്യണതിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അനാദി പോലെ. അപ്പൊ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തി. ഇനി ഫ്ലൈറ്റ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകാണ്ടോ. ഇനി ബാക്കി വിശേഷം, സ്പെയിനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.